തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറിയതോടെ വിമർശനങ്ങളും പരിഹാസവും കടുപ്പിക്കുകയാണ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോലുവിന്റെ പേരിൽ കോൺഗ്രസിനെ പരിഹസിച്ച് LDF നേതാക്കൾ രംഗത്തെത്തി. LDFന്റെ മിഷൻ 110 പരിഹസിച്ചായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഞാൻ ഈ കനകോലൂനെയും അല്ലെങ്കിൽ അതിലും വലിയ കോലൂനെയും നോക്കിയിട്ടില്ല. ഞാൻ നാട്ടിലെ ജനങ്ങൾ അവരായിട്ട് സംബന്ധിച്ചിട്ടാണ് മുന്നോട്ട്. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വെച്ച് സ്ട്രാറ്റജി ഈ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ്. കനകോലും അല്ല ഏത് കോലും ആയാലും പബ്ലിക്കുമായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ആണ് പ്രധാനം. പബ്ലിക്കുമായിട്ട് എങ്ങനെ ഇടപെടുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായിട്ട് ചെയ്യുന്നതല്ല. കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ടാണോ കനകോലു പണിയെടുക്കുന്നത്? അല്ലല്ലോ. ഇതാ കോഴിക്കോട് പിടിച്ച് കനകോലു പറഞ്ഞ് കനകോലിൻ്റെ റിപ്പോർട്ട് ഇതാ. അപ്പോൾ കനകോലു സിന്ദാബാദാണ്. രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒന്നുമല്ല ഇപ്പോൾ സിന്ദാബാദ്. കനകോലു സിന്ദാബാദാണ്, രാഹുൽ ഗാന്ധിയല്ല. LDFൻ്റെ പ്രവർത്തകരായ ഞങ്ങളൊക്കെ തന്നെ ജനങ്ങളുമായി ഇടപെട്ടതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത്. 13-ൽ 13 സീറ്റും കോഴിക്കോട് ജില്ലയിൽ LDF വിജയിക്കും. കനകോലുവിൻ്റെ കാർമ്മികത്വത്തിൽ കോൺഗ്രസ് കണ്ട എല്ലാ കിനാവുകളും പകൽ കിനാവുകളാവും. അതെല്ലാം പരാജയപ്പെടുമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. കനകോലുമല്ല കേരളത്തിൻ്റെ ഗതി ആലോചിക്കേണ്ടത്. വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ ഗതികേടാണത്. ലക്ഷ്യം പ്രഖ്യാപിക്കാൻ കൂടിയ അതിൻ്റെ ഏറ്റവും വലിയ സമിതിയിലേക്ക് സർവപ്രതാപത്തോടും കൂടി ഒരു കനകോലുവിനെ കൊണ്ടുവന്ന് എല്ലാം കനകോലുമയം എന്ന് പറയുന്ന ആ നിലയിലേക്ക് കോൺഗ്രസ് പോയെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ശക്തിയെ കാണിക്കുന്നില്ല, രാജ്യബുദ്ധിയെ കാണിക്കുന്നു. ഈ UDF 100 ആണെങ്കിൽ LDF 110 ആക്കി സീറ്റ്. ഇനിയിപ്പോൾ NDA 210 പറയുമെന്ന് എൻ്റെ സംശയം. ഏതായാലും അതൊന്നും അർത്ഥമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും പിണറായി വിജയൻ ഒരു നാടകവും കളിക്കണ്ട. ജനങ്ങൾക്കറിയാം UDF അധികാരത്തിൽ വരാൻ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഒരു മനസ്സോടെ UDF അധികാരത്തിൽ വരും. അതിന് ഒരുമിച്ച് പ്രവർത്തിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.